ഇപ്പൊ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടാക്സ് കാൽക്കുലേഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ഇൻഡിവിജ്വലിന്റെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള നമുക്കൊരു ഓവർവ്യൂ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമാണ്. ഇതിൽ ഓരോ സ്റ്റെപ്പും ഇൻ ഡീറ്റെയിൽ നമുക്ക് ഓരോ ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുണ്ട്. സോ ഇത് ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ്. ഒരു ഓവറോൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ബേസിക് ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആദ്യമേ കിട്ടാൻ വേണ്ടി മാത്രം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ നമ്മുടെ സ്റ്റെപ്പാണ് ഡിറ്റർമിനേഷൻ ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ റെസിഡന്റ് ആണോ നോൺ റെസിഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പൊ എന്തിനാണ് റെസിഡന്റ് ഓർ നോൺ റെസിഡന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു നോൺ റെസിഡന്റ് ആണെങ്കിൽ, ഒരു വ്യക്തി ഒരു ഇൻഡിവിജ്വൽ നോൺ റെസിഡന്റ് ആവുകയാണെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഉത്ഭവിക്കുന്ന ഇൻകം, ഇന്ത്യക്ക് പുറത്ത് ഉത്ഭവിച്ചു ആൻഡ് ഇന്ത്യക്ക് പുറത്ത് കിട്ടി, ഇങ്ങനെയുള്ള ഇൻകംസിന് ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു റെസിഡന്റ് ആണെങ്കിൽ ഈ വ്യക്തിയുടെ ഗ്ലോബൽ ഇൻകം ഇന്ത്യയിൽ ടാക്സബിൾ ആവും. അപ്പൊ അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. 2, ഇത് ചെക്ക് ചെയ്തതിന് ശേഷം, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നോക്കിയതിന് ശേഷം നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യും. എന്തൊക്കെ ടൈപ്പ് ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 ഹെഡ് ഓഫ് ഇൻകം ആണുള്ളത്. ഇൻകം ടാക്സ് ആക്ട് പറയുന്നത് നിങ്ങൾക്ക് 5 തരത്തിലാണ്, ഓർ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ 4 തരത്തിൽ ഇൻകം കിട്ടാം, പ്ലസ് ഒരു മിസ്ലേനിയസ്, എല്ലാം കൂടെ എടുത്ത് നമുക്കൊരു മിസ്ലേനിയസ് ഒരു ഹെഡ് ഓഫ് ഇൻകം കൂടി ഉണ്ട്. അപ്പൊ ആദ്യത്തെ ഹെഡാണ് ഇൻകം അണ്ടർ ദ ഹെഡ് സാലറീസ്. 2, ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു വീട് റെന്റിന് കൊടുത്തിട്ട് കിട്ടുന്ന ടൈപ്പ് ഇൻകംസ്. 3, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. 4, ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്. ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എന്തെങ്കിലും പ്രോപ്പർട്ടി സെല് ചെയ്തു, എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ അസറ്റ് നിങ്ങൾ സെല് ചെയ്തു, ഷെയർസ് ആവാം, ജ്വല്ലറി ആവാം, ലാൻഡ് ആവാം, ബിൽഡിംഗ് ആവാം. അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ക്യാപിറ്റൽ അസറ്റ് സെല് ചെയ്ത് കിട്ടുന്ന ഒരു ഗെയിൻ അല്ലെങ്കിൽ ലോസ്. ആൻഡ് 5ാമത് ഇൻകം ഫ്രം അതർ സോഴ്സസ്. ബാക്കിയെല്ലാം ഈ 4 എണ്ണം അല്ലാതെ ബാക്കി എന്ത് ടൈപ്പ് ഓഫ് ഇൻകം നിങ്ങൾക്ക് കിട്ടിയാലും ഇതെല്ലാം ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഫോർ എക്സാമ്പിൾ ബാങ്ക് ഇൻട്രസ്റ്റ്, ഡിവിഡന്റ്, ലോട്ടറി അടിച്ച് കിട്ടുന്ന ഇൻകം, ഗാംബ്ലിംഗ്, കസിനോസ്, ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ഇൻകംസ് എല്ലാം നമ്മൾ ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ഇടുക. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ഹെഡിൽ ഇൻകത്തിനെ ക്ലാസിഫൈ ചെയ്തു. എന്നിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് ഈ ഓരോ ഹെഡ് ഓഫ് ഇൻകത്തിലെയും ഓരോ ഹെഡിന്റെയും ടോട്ടൽ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സാലറിയുടെ ടോട്ടൽ എത്രയുണ്ട്, സാലറി എന്നുള്ള ഹെഡിൽ ഇൻകം എത്രയുണ്ട്, ഹൗസ് പ്രോപ്പർട്ടിയിലെ ഇൻകം എത്രയുണ്ട്, അങ്ങനെ നമ്മൾ ഓരോ ഹെഡിന്റെയും ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതിന് ശേഷം നമ്മുടെ അടുത്ത സ്റ്റെപ്പാണ് നമുക്ക് ചില കേസിൽ നമ്മുടെ സ്പൗസിന്റെ ഇൻകം, സ്പൗസ് എന്ന് പറഞ്ഞാൽ ആരാ? ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫാണ് സ്പൗസ്, വൈഫ് ആണെങ്കിൽ ഹസ്ബൻഡ് ആണ് സ്പൗസ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, നമ്മൾ ഫിയാൻസി എന്നൊക്കെ പറയുന്ന പോലെ. അപ്പൊ നമ്മുടെ സ്പൗസിന്റെ ഇൻകം ചില കേസിൽ നമ്മുടെ ഇൻകം ആയിട്ട് ആഡ് ചെയ്യും. അപ്പൊ സ്പൗസിന്റെ ഇൻകം അല്ല, അത് ആക്ച്വലി നമ്മുടെ ഇൻകം തന്നെയാണ് എന്നുള്ള രീതിയിൽ വരും. അതേപോലെ തന്നെ മൈനർ ചൈൽഡിന്റെ ഇൻകം ചില കേസിൽ നമ്മുടെ ഇൻകം ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ഇൻകംസ് ഉണ്ടെങ്കിൽ അത് വീണ്ടും എന്റെ ഇൻകം ആയിട്ട് തന്നെ ആഡ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ക്ലബിംഗ് ഓഫ് ഇൻകം. ആൻഡ് ക്ലബിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് ലോസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനെ സെറ്റ് ഓഫ് ചെയ്യും. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറയും. അതായത് നമുക്കിപ്പോ PGBP, പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ എന്നുള്ള ഹെഡിനകത്ത് ഒരു ബിസിനസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എനിക്കൊരു ടെക്സ്റ്റൈൽ ബിസിനസ് ഉണ്ട്. ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ ലോസ് ആണ്, ഒരു 1 lakh ലോസ് ഉണ്ടെന്ന് വിചാരിച്ചു. ആൻഡ് എനിക്ക് സെക്കൻഡറി ബിസിനസ് ഉണ്ട്, ബിസിനസ് നമ്പർ 2, കമ്പ്യൂട്ടർ സെയിൽസ് ആൻഡ് സർവീസസ്. അപ്പൊ ഈ ബിസിനസ് നമ്പർ 2 കമ്പ്യൂട്ടർ സെയിൽസ് എന്നുള്ള ബിസിനസ്സിൽ ഒരു 5 lakh പ്രോഫിറ്റ് ഉണ്ട്. അപ്പോ എനിക്ക് ഈ ബിസിനസ് 1 ടെക്സ്റ്റൈൽ ബിസിനസ്സിലെ ലോസ് കമ്പ്യൂട്ടർ സെയിൽസ് എന്നുള്ള ബിസിനസ്സിലെ പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്തിട്ട് മൊത്തത്തിൽ 4 lakh പ്രോഫിറ്റ്, 5 lakh പ്രോഫിറ്റ് മൈനസ് 1 lakh ലോസ്, 4 lakh പ്രോഫിറ്റിൽ ടാക്സ് അടച്ചാൽ മതി. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് സെറ്റ് ഓഫ് ലോസസ്. അപ്പൊ സെറ്റ് ഓഫ് ലോസസും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കിട്ടും. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ എല്ലാ ഹെഡ് ഓഫ് ഇൻകത്തിന്റെയും ടോട്ടൽ. ഈ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് നമുക്ക് ചില ഡിഡക്ഷൻസ് ഉണ്ട്. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില സ്പെസിഫൈഡ് ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു എമൗണ്ട് ഈ പറഞ്ഞ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഡിഡക്ഷൻസ് ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എന്നാണ് പറയുക. ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബുക്കിലെ ചാപ്റ്റർ അല്ല, ഇൻകം ടാക്സ് ആക്ടില് ഒരു ഗ്രൂപ്പ് ഓഫ് സെക്ഷൻസിനെ ചാപ്റ്റേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൊത്തം ആക്ട് നോക്കുമ്പോൾ അതിനെ ചാപ്റ്റേഴ്സ് ആക്കി, ഓരോ ചാപ്റ്ററിനെയും സെക്ഷൻസ് ആക്കി. അപ്പോൾ സെക്ഷൻസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ്
ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ചാപ്റ്റർ 6A എന്നുള്ള ചാപ്റ്റർ ഓഫ് ഇൻകം ടാക്സ് ആക്ടിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്ഷൻസ് ഉണ്ട്, ഡിഡക്ഷൻസിനെ കുറിച്ച് പറയുന്ന സെക്ഷൻസ്. അപ്പൊ ഇതിൽ പറയുന്ന ഡിഡക്ഷൻസ് എല്ലാം ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിൽ പറയുന്ന ഡിഡക്ഷൻസ് എല്ലാം ഓരോന്നോരോന്നായി കുറച്ചു. എന്നിട്ട് നമുക്ക് കിട്ടുന്നതാണ് ടോട്ടൽ ഇൻകം. ഈ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ വേണം നമ്മൾ ടാക്സിന്റെ റേറ്റ് അപ്ലൈ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ 20% അല്ലെങ്കിൽ 30%. ഈ റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് ഈ പറഞ്ഞ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലാണ്. അപ്പൊ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിൽ നമ്മൾ റേറ്റ് അപ്ലൈ ചെയ്യുന്നു. റേറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ചില കേസിൽ ഇപ്പൊ നമ്മുടെ ഇൻകം കുറവാണെങ്കിൽ, ഉദാഹരണത്തിന് നമ്മുടെ ഇൻകം 5 lakhൽ കുറവാണെങ്കിൽ നമുക്ക് ഒരു എമൗണ്ട് ഡിസ്കൗണ്ട് ആയിട്ട് ടാക്സ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യും. ആ ടാക്സ് എമൗണ്ടിൽ നിന്ന് ഡിസ്കൗണ്ട് ആയിട്ട് ടാക്സ് അടയ്ക്കാതെ നമുക്ക് ഒഴിവാക്കി തരും. ഇതിനെ വിളിക്കുന്ന പേരാണ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. അപ്പൊ 87A എന്നുള്ള സെക്ഷനിൽ ചില ലിമിറ്റിൽ താഴെയാണ് നിങ്ങളുടെ ഇൻകം എങ്കിൽ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ഒരു റിബേറ്റ് കിട്ടും. അപ്പൊ റിബേറ്റ് ഉണ്ടെങ്കിൽ റിബേറ്റ് കുറയ്ക്കുക. ആൻഡ് ചില കേസിൽ ഇൻകം ഒത്തിരി കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ 50 lakhൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ എമൗണ്ടും കൂടെ ടാക്സ് വരും. ഇറ്റ് ഇസ് കോൾഡ് സർചാർജ്. അപ്പൊ റിബേറ്റും സർചാർജ് ഒരുമിച്ച് വരില്ല. റിബേറ്റ് വരണമെങ്കിൽ ഇൻകം കുറവായിരിക്കണം, സർചാർജ് വരണമെങ്കിൽ ഇൻകം കൂടുതലായിരിക്കും. അപ്പോൾ റിബേറ്റ് ഉണ്ടെങ്കിൽ റിബേറ്റ് കുറച്ചു, ആൻഡ് സർചാർജ് ഉണ്ടെങ്കിൽ സർചാർജ് ആഡ് ചെയ്തു. അപ്പൊ സർചാർജും ആഡ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ റിബേറ്റ് കുറച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യമാണ് സെസ്സും കൂടെ ആഡ് ചെയ്യും. സെസ് എന്തായാലും വരും. അപ്പൊ ടാക്സ് ഉണ്ടെങ്കിൽ സെസ് വരും. അപ്പൊ ടാക്സ് എമൗണ്ട് പോസിറ്റീവായിട്ട് എമൗണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ 4% ഹയർ എഡ്യൂക്കേഷൻ സെസ് എന്നുള്ള സെസ്, ഹയർ എഡ്യൂക്കേഷൻ സെസ് അല്ല, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്നുള്ള 4% സെസ്സും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് സെസ്സും കൂടെ ആഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് നമ്മുടെ ടാക്സ് ലയബിലിറ്റി എന്നുള്ളത്. ഈ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ ഓൾറെഡി കുറെ എമൗണ്ട് ടാക്സ് ആയിട്ട് ഓൾറെഡി അടച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് അടച്ചിട്ടുണ്ടാവും. TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതായത് ഒരു ഇൻകം ഉത്ഭവിക്കുമ്പോ തന്നെ അതിനുള്ള ടാക്സും കൂടെ ഗവൺമെന്റിലേക്ക് പോവുക. ഇതിനാണ് TDS എന്ന് പറയുക. അതായത് ഇപ്പൊ ഞാൻ സാലറീഡ് എംപ്ലോയി ആണെങ്കിൽ എനിക്ക് സാലറി തരുന്ന എംപ്ലോയർ ഞാൻ അടയ്ക്കേണ്ട ടാക്സ് എന്റെ സാലറിയിൽ നിന്ന് കുറച്ചിട്ട് ബാക്കി എമൗണ്ടേ എനിക്ക് തരുള്ളൂ. ഫോർ എക്സാമ്പിൾ എനിക്ക് മന്ത്ലി സാലറി 1 lakh ഉണ്ട്, അതിൽ നിന്ന് സപ്പോസ് 10,000 ടാക്സ് പേയബിൾ ഉണ്ട്. അപ്പോൾ 10,000 കുറച്ച് ബാക്കി 90,000 എന്റെ കയ്യിലേക്ക് തരുള്ളൂ. എന്നിട്ട് ആ 10,000 എന്ത് ചെയ്യും? എന്റെ പേരില് ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. ഇന്ന ആളുടെ ടാക്സ് ആണ് ഇത് എന്ന് പറഞ്ഞ് ഗവൺമെന്റിലേക്ക് പേ ചെയ്യും. അപ്പൊ ഞാൻ ഓൾറെഡി എന്തടച്ചിട്ടുണ്ട്? 10,000 എന്റെ പേരിൽ ടാക്സ് കിടപ്പുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? ഞാൻ അത് ഇനി വീണ്ടും പേ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് അഡ്വാൻസ് ആയിട്ട് അടച്ചേക്കുന്ന ടാക്സുകളെല്ലാം കുറച്ചു. അഡ്വാൻസ് ടാക്സും TDS, TCS, സെൽഫ് അസസ്മെന്റ് ടാക്സ്, ഇത്രയും കാര്യങ്ങൾ കുറച്ച് ഇനി ബാക്കി അടയ്ക്കാനുള്ളതാണ് എന്റെ ടാക്സ് പേയബിൾ. അപ്പൊ ഇതാണ് നമ്മൾ ഇനി ഓരോ സ്റ്റെപ്പും ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ആൻഡ് ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം കൂടെ ഒറ്റ ക്വസ്റ്റ്യനിൽ ഒരുമിച്ച് അങ്ങ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഇൻകം ടാക്സിൽ കവർ ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ ഇത്രയും സ്റ്റെപ്പുകളാണ്.